ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സ്കൂളിൽ പോകുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെയാണ് കാണിക്കുന്നത്. വളരെ സന്തോഷത്തോടെയുള്ള കുട്ടികളുടെ ജീവിതം, മാതാപിതാക്കളുമായുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങൾ. ആ കുട്ടികൾ കളിയും ചിരിയുമായി സ്കൂൾ ബസ്സിൽ ജയൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. വിശാലമായ ആ ക്യാമ്പസിൽ ചില കുട്ടികൾ ടെന്നീസും ഫുട്ബോളും കളിക്കുമ്പോൾ മറ്റു ചിലർ ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിൻസിപ്പാൾ എത്തുമ്പോൾ കുട്ടികൾ ആദരവോടെ അവരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് പ്രാർത്ഥനയുടെ സമയമാകുന്നതോടെ സ്കൂൾ ഗേറ്റുകൾ അടച്ചു. വൈകിയെത്തിയ കുറച്ച് കുട്ടികൾ പ്രാർത്ഥന കഴിയുന്നതുവരെ പുറത്തു നിൽക്കേണ്ടി വന്നു. സ്കൂളിൽ ഓരോ പീരീഡുകളും കഴിഞ്ഞ് ഒടുവിൽ ഇൻ്റർവെൽ സമയമെത്തി. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത ഭക്ഷണമാണ് ലഭിച്ചിരുന്നത്. ചോറും ചപ്പാത്തിയും കറികളുമൊക്കെയായി അവർ ആഹാരം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങൾക്ക് നേരെ വരാനിരിക്കുന്ന ആ വലിയ അപകടത്തെക്കുറിച്ച് അവർക്ക് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. ചിരിച്ചും കളിച്ചും ബഹളം വച്ചിരുന്ന കുട്ടികൾ പെട്ടെന്നൊരു നിമിഷം നിശബ്ദരായി. ആ നിശബ്ദത വല്ലാത്തൊരു ഭയം നൽകുന്നതായിരുന്നു. ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പോലും ഈ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് എന്തുപറ്റി എന്നവർ പരസ്പരം ചോദിച്ചു. ഈ ഒരു സമയത്താണ് ക്രൂരനായ രാജനാഥ് എന്ന വ്യക്തി രംഗപ്രവേശനം ചെയ്യുന്നത്. രാജനാഥനെ കണ്ടതും ആ കുട്ടികൾ വല്ലാതെ പേടിച്ച് എഴുന്നേറ്റ് നിന്നു. ഇൻ്റർവെൽ സമയം കഴിഞ്ഞിട്ടും കുട്ടികളാരും ക്ലാസ്സിലേക്ക് വരാത്തതുകൊണ്ട് അധ്യാപകർ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു പെൺകുട്ടി താഴേക്ക് വീഴുന്നത്. തറയിൽ വീണ ആ കുട്ടി പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആ സ്കൂൾ ഒന്നടങ്കം നടുങ്ങിപ്പോയി. അധ്യാപകരും ഗാർഡുകളും ഓടിച്ചെല്ലുമ്പോഴാണ് അതിലും ഭയാനകമായ മറ്റൊരു കാഴ്ച കാണുന്നത്. സ്കൂളിൻ്റെ ടെറസിന് മുകളിൽ വരിവരിയായി 10 പെൺകുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട്. അവർ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പ്രിൻസിപ്പൽ പരിഭ്രാന്തയായി അവരെ തടയാനായി നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടികൾ പറയുന്നത് ആരും അടുത്തേക്ക് വരരുത് എന്നാണ്. അങ്കിൾ പറഞ്ഞു 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും മരിക്കണമെന്ന്. ആ പെൺകുട്ടികളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും തകർന്നുപോയി. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ ഉടൻ താഴേക്ക് ചാടുമെന്നുള്ള ഭീഷണിയാൽ ഗാർഡുകൾക്കും അധ്യാപകർക്കും നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിങ്ങളെക്കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് പ്രിൻസിപ്പാൾ ചോദിക്കുമ്പോഴേക്കും ആ കുട്ടികൾ ആ ഒരേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഗാർഡ് അവളുടെ കാലിൽ പിടിച്ചെങ്കിലും ആ നിമിഷം തന്നെ ആ പെൺകുട്ടി താഴേക്ക് ചാടി മരണം വരിച്ചു. ഈ ക്രൂരമായ കൃത്യങ്ങൾ കണ്ട് പ്രിൻസിപ്പാൾ ആകെ തകർന്നുപോയി. ശേഷം കാണിക്കുന്നത് അഥർവ് എന്ന മനുഷ്യനെയാണ്. അഥർവും മകളും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. തൻ്റെ മകളെ അതീവ ശ്രദ്ധയോടെയാണ് അഥർവ് നോക്കുന്നത്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉറക്കുന്നതുമെല്ലാം അവൻ തന്നെയാണ്. അവൻ്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടിരുന്നതിനാൽ അവനിപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ്. ഒരു ദിവസം ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചായപ്പൊടി തീർന്നത് കണ്ട് അവൻ അടുത്തുള്ള മാളിലേക്ക് പോയി. അവിടെയുള്ള ടി-വിയിൽ ഈ സ്കൂളിലെ കുട്ടികളുടെ ആത്മഹത്യാ വാർത്ത അവൻ കാണാനിടയായി. ആ വാർത്ത കണ്ടതും അവനൊരു കാര്യം മനസ്സിലായി. ഇത് സാധാരണ ആത്മഹത്യയല്ല, ഓരോ കുട്ടികളെയും വശീകരണം വഴി നിയന്ത്രിക്കുകയാണ്. അതേസമയം സ്കൂളിന് പുറത്ത് മക്കളുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷിതാക്കൾ തടിച്ചുകൂടിയിരുന്നു. അവിടെ വലിയ ബഹളമായി. പോലീസ് സിറ്റുവേഷൻ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. വീട്ടിൽ തിരിച്ചെത്തിയ അഥർവ് തൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ വശീകരണ വിദ്യയുടെ ആശാനായ പ്രതാപിനെ അഥർവ് ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രതാപ് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അഥർവ് അയാളോട് ചോദിച്ചു, നിന്നെപ്പോലെ ഈ വശീകരണ വിദ്യ അറിയാവുന്ന എത്ര പേർ വേറെയുണ്ട്? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? പ്രതാപിൻ്റെ നാവ് മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതിനാൽ അയാൾ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് അഥർവിനോട് ഒരു സത്യം വെളിപ്പെടുത്തി. തന്നെപ്പോലെ വശീകരണ വിദ്യ അറിയാവുന്നവർ ഇനിയുമുണ്ടെന്നും അവർ തന്നെ രക്ഷിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞുവെന്നുമായിരുന്നു പ്രതാപ് നൽകിയ സൂചന. ഇത് കേട്ടതും അഥർവിൻ്റെ ഉള്ളൊന്നു പാളി. തൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവനെ തോന്നി. വരാനിരിക്കുന്നത് ഇതിലും വലിയ കൊടുങ്കാറ്റാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതേസമയം സ്കൂളിനുള്ളിൽ സിറ്റുവേഷൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. SP കേശവ് ആ പെൺകുട്ടികളോട് നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആരാണ് നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു സന്ദേശം നൽകാനുണ്ട്. ഈ പോലീസുകാരിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അവരോട് പറയുക. എങ്ങനെയെങ്കിലും പ്രതാപ് അങ്കിളിനെ കണ്ടെത്തി ഇവിടെ എത്തിക്കുക. പ്രതാപ് അങ്കിൾ വരുന്നതുവരെ ഈ പെൺകുട്ടികൾ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കും. ഇത് ഇവിടെ അവസാനിക്കില്ല.
ഈ വാക്കുകൾ കേട്ട് SP കേശവ് ആകെ വിയർത്തുപോയി. ആരാണ് ഈ പ്രതാപ്? എവിടെ നിന്നാണ് അയാളെ കണ്ടെത്തുക? ഈ കുട്ടികളെ നിയന്ത്രിക്കുന്ന ആ അങ്കിൾ ആരാണ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും പെൺകുട്ടികൾ ഒന്നിനും മറുപടി നൽകിയിരുന്നില്ല. പറഞ്ഞ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ മരണം തുടരും എന്ന് മാത്രമായിരുന്നു അവരുടെ നിലപാട്. സന്ദേശം കൈമാറിയ ഉടനെ തന്നെ ആ പെൺകുട്ടി തൻ്റെ അടുത്ത നീക്കത്തിലേക്ക് കടന്നു. ഏകദേശം 45ഓളം പെൺകുട്ടികൾ ഒരുതരം ആവേശത്തോടെ രൗദ്രഭാവത്തിൽ ക്ലാസ് മുറികളിൽ നിന്നും പുറത്തേക്ക് ഓടി. അവരുടെ ആ രൂപം കണ്ടാൽ തന്നെ പേടി തോന്നുമായിരുന്നു. തടയാൻ വന്ന പോലീസുകാരെയും സാധാരണക്കാരെയും അവർ തള്ളിമാറ്റി. ക്യാമറാമാൻമാരുടെ ക്യാമറകൾ അവർ തല്ലിത്തകർത്തു. ലാത്തികൾ പിടിച്ചുവാങ്ങി പോലീസുകാരെ തന്നെ അവർ ആക്രമിച്ചു. സമാധാനപ്രിയരായ ആ കൊച്ചു പെൺകുട്ടികൾ എങ്ങനെയാണ് ഇത്രയും അക്രമാസക്തരായതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് വിശ്വസിക്കാനായില്ല. വാർത്താ ചാനലുകൾ എല്ലാം ഈ സ്കൂളിലെ ഭയാനകമായ സംഭവങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്യാൻ തുടങ്ങി. ഈ വാർത്തകൾ കണ്ട അഥർവിനെ ഇനി വൈകിക്കാൻ സമയമില്ലെന്ന് മനസ്സിലായി. അവൻ തൻ്റെ കാറിൽ വളരെയധികം ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന സ്പീക്കറുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ ചില സജ്ജീകരണങ്ങൾ നടത്തിയതിനു ശേഷം രാത്രിയോടെ അവൻ സ്കൂളിലേക്ക് പാഞ്ഞു. അവൻ്റെ ലക്ഷ്യം രാജ്നാഥായിരുന്നു. ഇതിനിടെ സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ച് SP കേശവ് വീണ്ടും പെൺകുട്ടികളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ പുറത്ത് കരയുകയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഒരു പെൺകുട്ടി വന്ന് അന്ത്യശാസനം നൽകി. സാർ, ഇനി നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പ്രതാപിനെ എത്തിച്ചില്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കേശവ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് പ്രതാപ് എവിടെയുണ്ടെന്നറിയാവുന്ന ഒരാൾ എത്തിയിട്ടുണ്ടെന്ന്. അത് അഥർവായിരുന്നു. അവൻ കേശവനോട് പറഞ്ഞു, നിങ്ങൾ തിരയുന്ന പ്രതാപ് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ശേഷം അവൻ പെൺകുട്ടികളോട് സംസാരിക്കുകയും തനിക്ക് അവരുടെ അങ്കിളിനെ കാണണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്ന രാജനാഥനെ കാണിക്കുകയാണ്. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായ അഥർവ് എങ്ങനെയാണ് പ്രതാപിനെ പോലെ ശക്തനായ ഒരാളെ പിടികൂടിയതെന്ന് രാജനാഥ് അത്ഭുതപ്പെട്ടു. പ്രതാപും രാജനാഥനെ പോലെ അത്ഭുതസിദ്ധിയുള്ള ആളായിരുന്നു. രക്ഷിതാക്കളെ പേടിപ്പിക്കാനായി രാജനാഥ് കുട്ടികളെ കൊണ്ട് അവരുടെ കൈ മുറിപ്പിച്ചു. ഇത് കണ്ട് SP കേശവ് രാജനാഥനെ വെടിവെച്ചു കൊല്ലാനായി ശ്രമിച്ചെങ്കിലും രാജനാഥിൻ്റെ അടിമയായി മാറിയിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ തോക്ക് പിടിച്ചു വാങ്ങി SP കേശവ് ദേവിനെ വെടിവെച്ചു വീഴ്ത്തി. ശേഷം ആ കുട്ടി ആ തോക്ക് രാജനാഥന് കൈമാറി. അവിടെ കൂടിയിരുന്ന രക്ഷിതാക്കൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ രാജനാഥ് കേശവിൻ്റെ തോക്ക് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ബഹളം വയ്ക്കുന്ന എല്ലാവരെയും പുറത്താക്കുക, ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ അവരുടെ മക്കളെ തന്നെ വെടിവെച്ചു കൊല്ലുക എന്ന് അയാൾ ആജ്ഞാപിച്ചു. വശീകരണത്തിലായ ആ പെൺകുട്ടി സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ പോലും തോക്കു ചൂണ്ടി. ശേഷം ആ പെൺകുട്ടി തൻ്റെ രക്ഷിതാക്കളെ നിഷ്കരണം വെടിവെച്ചു കൊന്നു. ആളുകൾ ശബ്ദം വയ്ക്കാതിരിക്കാനായി അവൾ ഒരു കുട്ടിയെ കൂടി വെടിവെച്ചു കൊന്നതോടെ അവിടെ നിശബ്ദത പടർന്നു. അങ്ങനെ രാജനാഥ് ഉദ്ദേശിച്ചതുപോലെ എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. താൻ ആരാണെന്നും എന്താണ് തൻ്റെ ലക്ഷ്യമെന്നും രാജനാഥ് അഥർവിനോട് വെളിപ്പെടുത്തി. 12 വർഷമായി ഞാൻ എൻ്റെ ചേട്ടനായ പ്രതാപിനെ തിരയുകയാണ്. അദ്ദേഹം ഏതെങ്കിലും തപസ്സിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെൻ്റെ ചേട്ടനെ തിരിച്ചു തരൂ. ഞാൻ ഈ കുട്ടികളെ വിട്ടയക്കാം. അഥർവ് അത് സമ്മതിച്ചു. രാജനാഥും കുട്ടികളും അഥർവിനൊപ്പം പ്രതാപിനെ കാണാൻ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പാളിനെ കൊണ്ട് 2 സ്കൂൾ ബസ്സുകൾ ഏർപ്പാട് ചെയ്യിപ്പിച്ചു. നഗരത്തിന് പുറത്തുള്ള അഥർവിൻ്റെ വീട്ടിലേക്കായിരുന്നു അവരുടെ യാത്ര. ആ യാത്രക്കിടയിൽ അഥർവ് രാജനാഥിനോട് ചോദിച്ചു, നിങ്ങൾ പ്രതാപിൻ്റെ സഹോദരനാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ എന്താണ് ഇത്രയും വർഷമെടുത്തത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ വരാമായിരുന്നില്ലേ? അതിനെ രാജനാഥ് നൽകുന്ന മറുപടി വളരെ ഗൗരവമേറിയതായിരുന്നു. തൻ്റെ ജ്യേഷ്ഠൻ ഒരു മനുഷ്യനായിരുന്നില്ല. ഇരുണ്ട ശക്തികളുടെ സിദ്ധി കൈവരിച്ച ഒരു മഹാമാന്ത്രികനാണ്. അതേ പാതയിൽ തന്നെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഒരിക്കൽ 2.5 വർഷത്തോളം അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് കഠിനമായ തപസ് ചെയ്തിരുന്നു. ആരോടും സംസാരിക്കില്ല, പുറത്തു പോകില്ല. ഞാൻ കാണാൻ ചെന്നാൽ പോലും സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹം എവിടെയെങ്കിലും വലിയ സിദ്ധിക്ക് വേണ്ടിയുള്ള ധ്യാനത്തിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ 2 അല്ല 5 അല്ല 10 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി ഞാൻ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഒടുവിൽ എൻ്റെ ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നു. ഇനി പറ, എവിടെയാണ് എൻ്റെ ജ്യേഷ്ഠൻ? രാജനാഥ് തുടർന്നു. നീ വെറും ഒരു സാധാരണക്കാരൻ മാത്രമാണ്. എൻ്റെ ജ്യേഷ്ഠനെ പോലെ
ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രവാദിയെ നീ എങ്ങനെയാണ് പിടിച്ചത്? ഇതിനുള്ള അഥർവിൻ്റെ മറുപടി രാജനാഥനെ ഞെട്ടിച്ചു. അയാൾ കഴിഞ്ഞ 12 വർഷമായി എൻ്റെ തടവറയിലാണ്. ഞാൻ അയാളെ എന്തവസ്ഥയിലാക്കിയെന്ന് കണ്ടാൽ നീയും ബോധം കെട്ടുവീഴും. എന്നോട് കളിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥയും ഇതുതന്നെയാകും. ഇതിനിടയിൽ വഴിയരികിൽ വശീകരണത്തിലായ ഒരു പെൺകുട്ടി ആളുകളെ ആക്രമിച്ചുകൊണ്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. രാജനാഥ് അവളെ ബസ്സിലേക്ക് വിളിച്ചെങ്കിലും അവളത് വകവയ്ക്കാതെ ഓടിപ്പോയി. അതോടെ രാജനാഥന് കുട്ടികളുടെ മേലുള്ള അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം അഥർവിൽ ഉദിച്ചിരുന്നു. ഒടുവിൽ അവർ അഥർവിൻ്റെ വീട്ടിലേക്കെത്തി. എൻ്റെ മകളെ നീ പഴയ രൂപത്തിലാക്കിയാൽ നിൻ്റെ സഹോദരനെ ഞാൻ വിട്ടുതരാം, അഥർവ് ഉടമ്പടി വെച്ചു. തൻ്റെ മുന്നിലിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും രാജനാഥ് അമ്പരന്ന് പോയി. ഒരു മന്ത്രവാദം എങ്ങനെയാണ് 12 വർഷം നീണ്ടു നിൽക്കുന്നത്? ഇത് ഏതുതരം വിദ്യയാണ്? ഞാൻ ചെയ്യുന്ന മന്ത്രവാദങ്ങൾ പോലും 24 മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് കുലുക്കി വിളിച്ചാൽ തീരാവുന്നതാണ്. അഥർവ്, നീ നിസ്സാരക്കാരനല്ല. നീ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയാണ് നീയും നിൻ്റെ മകളും അനുഭവിക്കുന്നത്. എന്താണ് നീ ചെയ്തത് എന്ന് രാജനാഥ് ചോദിച്ചു. ഒരു പക്ഷേ നിൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഞാൻ വാങ്ങിയ ആ 10 രൂപയായിരിക്കാം ആ തെറ്റ് എന്ന് അഥർവ് പറഞ്ഞപ്പോൾ രാജനാഥ് ഉടൻ തന്നെ ആ 10 രൂപ പ്രതാപിനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. പണം കൈമാറിയതോടെ നീ ഇപ്പോൾ ആ കടത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. നിൻ്റെ മകൾ പഴയ നിലയിലായിട്ടുണ്ടാകും. അവളെ ഒന്ന് തട്ടി വിളിച്ചു നോക്കൂ എന്ന് രാജനാഥ് പറഞ്ഞു. അഥർവ് തൻ്റെ മകളെ തട്ടി വിളിച്ചു. 12 വർഷത്തെ നീണ്ട മൗനത്തിനു ശേഷം അവൾക്ക് ബോധം തിരിച്ചു കിട്ടി. പക്ഷേ ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. 12 വർഷമായി നിശ്ചലമായിരിക്കുന്നത് കൊണ്ട് അവളുടെ കൈക്കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. അവൾക്ക് സംസാരിക്കാനും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ അവൾ തൻ്റെ ദേഷ്യവും സങ്കടവും കരച്ചിലിലൂടെയാണ് പ്രകടിപ്പിച്ചത്. ഈ സമയത്താണ് സഹോദരൻ്റെ നാവ് അഥർവ് മുറിച്ചു മാറ്റിയ കാര്യം രാജനാഥ് അറിയുന്നത്. ഇക്കാര്യം അറിഞ്ഞ രാജനാഥ് അഥർവിനെ ആക്രമിക്കാൻ തുടങ്ങി. തൻ്റെ സഹോദരൻ്റെ നാവ് അരിഞ്ഞെടുത്ത അഥർവിനെ കൊല്ലുമെന്ന് അയാൾ ശപഥം ചെയ്തു. പക്ഷേ അഥർവ് ശാന്തനായി പറഞ്ഞു, ഞാൻ എൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ മകളെ നീ സുഖപ്പെടുത്തിയത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാം. നീ ഇവിടെ നിന്ന് പോയിക്കോ. എന്നാൽ രാജനാഥ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിച്ച് അയാൾ തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാനായി നോക്കി. എന്നാൽ അപകടം മനസ്സിലാക്കിയെന്ന അഥർവ് രഹസ്യമായി ഒരു കാര്യം ചെയ്തിരുന്നു. അവൻ ഹൈ ഫ്രീക്വൻസി ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്പീക്കറുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന റിമോട്ട് ഉപയോഗിച്ച് അവനത് പ്രവർത്തിപ്പിച്ചു. ആ ശബ്ദം കേട്ടതോടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമായി. രാജനാഥനെ തൻ്റെ ആജ്ഞകൾ പെൺകുട്ടികൾക്ക് കൈമാറണമെങ്കിൽ സംസാരിക്കണം. എന്നാൽ ആ ഭീകരമായ ശബ്ദത്തിൽ ആർക്കും ഒന്നും കേൾക്കാൻ കഴിയുമായിരുന്നില്ല. ഈ അവസരം മുതലെടുത്ത അഥർവ് രാജനാഥനെ അടിച്ച് ബോധം കെടുത്തി. തുടർന്ന് പ്രതാപിനെ ചെയ്തതുപോലെ രാജനാഥിൻ്റെയും നാവരിഞ്ഞെടുത്ത് അവനെയും തൻ്റെ തടവറയിലടച്ചു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി കുട്ടികളെ രക്ഷിച്ചു. ഒരപകടകാരിയായ മന്ത്രവാദിയെ പിടികൂടിയതുകൊണ്ട് അഥർവിനെതിരെ കേസുകളൊന്നും എടുത്തിരുന്നില്ല. ഏറ്റവും സന്തോഷകരമായ കാര്യം 12 വർഷത്തിന് ശേഷം അഥർവിൻ്റെ മകൾ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അവൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും സ്വയം ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ നിൽക്കുന്ന അഥർവിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.